മാതൃഭൂമി അക്ഷരോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ കുംഭമേളയിൽ പോയ അനുഭവം CK വിനീത് പങ്കുവച്ചു. ചൊറി പിടിച്ചു വരാൻ താല്പര്യമില്ലാത്തതിനാൽ കുംഭമേള സന്ദർശിച്ചപ്പോൾ കുളിക്കാൻ ഇറങ്ങിയില്ലെന്നായിരുന്നു നേരത്തെ കേട്ട വിനീതിൻ്റെ വാക്കുകൾ. ഇതിന് താഴെ ഈ പങ്കുവച്ച ഒരു പോസ്റ്റിന് താഴെ വിനീതിൻ്റെ പോസ്റ്റിന് താഴെ വലിയ അസഭ്യവർഷമാണ്. വിശ്വാസമില്ലാത്ത നീ എന്തിന് കുംഭമേളയ്ക്ക് പോയി? കുളിക്കാത്തവർ അമ്പലത്തിൽ കയറരുത്, ശുദ്ധിയായിട്ട് വരുന്നവരെ നാറ്റിക്കരുത്, നീ കുളിക്കാൻ ഇറങ്ങാത്തത് നന്നായി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വട്ടച്ചോറി വന്നേനെ എന്നൊക്കെയാണ് ഈ പോസ്റ്റിന് താഴെയുള്ള പലവിധ കമൻറ്റുകൾ. വിനീതിനെ അന്തം കമ്മി എന്ന് വിശേഷിപ്പിച്ചവരുമുണ്ട്. ഈ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെ കാർഡിട്ടപ്പോൾ തന്നെ അതിന് താഴെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. എന്ത് പ്രസക്തിയാണ് ഈ ചർച്ചയ്ക്ക് എന്നുള്ളത് നമുക്കറിയാം. കോടിക്കണക്കിന് വിശ്വാസികൾ വന്നുപോയ ഒരു മഹാമേളയാണ് കുംഭമേള എന്നുള്ളത്. അതിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും നിർണായകമായുള്ളതും ഏറ്റവും കൂടുതലുള്ളതും, സംശയമില്ല. വിനീതിനെ പോലെ എന്താണ് കുംഭമേള എന്നറിയാൻ പോകുന്നവരുമൊക്കെ ആ കൂട്ടത്തിൽ കാണും. പക്ഷേ വിനീതും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ്. വിനീതിനും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്തിന് വിനീതിന് നേരെ അസഭ്യവർഷം ഉന്നയിക്കുന്നു എന്ന ചോദ്യമുണ്ട്. അതിപ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം അവരുടെ ഭാഗത്ത് നിന്ന് ഇതിനെ അധിക്ഷേപിക്കുന്നു എന്ന പരാമർശം അത്തരത്തിൽ തോന്നുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരം കമൻറ്റുകൾ എന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ കുംഭമേളയെ ബന്ധപ്പെട്ട് നമുക്കറിയാം കോളിഫോം ബാക്ടീരിയ ലെവലൊക്കെ അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത സമയത്ത് പുറത്ത് വന്നിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കുംഭമേള എന്തായാലും ആഗോളതലത്തിൽ ചർച്ചയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ചർച്ച കൂടി കടന്നു വരുന്നു എന്നതേ ഉള്ളൂ. ഈ പോസ്റ്റിന് താഴെ കമൻ്റ് ഇട്ടവർക്കുള്ള മറുപടി അതുമാണ്.